എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവാണ് ഇപ്പൊ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം അത് 11ാമത്തെ തന്നെ നമുക്ക് വിതരണമുണ്ട്. പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം അന്ന് തന്നെയായിരിക്കും വിതരണം നമുക്ക് എത്തുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് KYC കംപ്ലീറ്റ് ചെയ്യുക. KYC ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റ് അപ്ഡേഷൻ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാൻ മേലത്തെ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ KYC കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ആർക്കെങ്കിലും KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. KYC നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തരാം. അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തീർക്കാനുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർക്കുക. കാരണം പേയ്മെന്റ്സ് എല്ലാം ഇപ്പോൾ അപ്ഡേഷനിൽ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുക. PFMS ഇപ്പോൾ ഓപ്പൺ ആകാൻ പോവുകയാണ്. ആ PFMS ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2022 തൊട്ട് മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും പേയ്മെന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് പേയ്മെന്റ് ലഭിക്കില്ല. അല്ലാതെ നമുക്കിപ്പം അവിടെ ഒരു വർഷം മുമ്പേ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് KYCയും ലാൻഡ് സീഡിങ്ങും ബാങ്ക് സീഡിങ്ങും എല്ലാം ആണ് എന്ന് കരുതിയിരിക്കരുത്. കാരണം എല്ലാവർക്കും അന്ന് തൊട്ട് KYC ലാൻഡ് സീഡിങ്ങും ബാങ്ക് സീഡിങ്ങും എല്ലാം ആയിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ നിയമങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഫാർമർ ID നിർബന്ധമായിട്ടും നിങ്ങളുടെ കൈവശം വേണം. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഫാർമർ ID ആണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ആ ഫാർമർ ID നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണം. അത് നിങ്ങൾ എടുത്തു വെച്ച് ആ ഫാർമർ ID ആയിട്ടില്ലെങ്കിൽ വില്ലേജ് ചെന്നത് അപ്രൂവൽ ചെയ്യേണ്ടതാണ്. ആ ഫാർമർ ID എന്തായാലും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് കൈവേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. PM കിസാൻ സമ്മാനിയുടെ 22ാമത്തെ ഗഡുവിതരണം 11ാം തീയതി തന്നെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന എന്നാണോ അന്ന് തന്നെ വിതരണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.